ശിവ മുരുക. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു മൺചിരാത് എന്ന് പറഞ്ഞാൽ മൺചട്ടി കണ്ടല്ലോ, മൺചട്ടി ഞാനീ പറയുന്ന രീതിയിൽ, ഞാനീ പറയുന്ന ദിവസം, ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് തെളിയിച്ചു നോക്കുക. അങ്ങനെ ചെയ്തവർക്ക് സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി ഉണ്ടായതായിട്ടും കടം മാറിയതായിട്ടുമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, എൻ്റെ എല്ലാം വാട്സപ്പിൽ കിടപ്പുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഞാനീ പറഞ്ഞ രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. മൺചട്ടിയിൽ ഇതുപോലെ മൺചിരാത് നെയ്യ് ഒഴിച്ച് ഞാനൊരു പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ആ ക്ഷേത്രങ്ങളിൽ ചെയ്ത് കടങ്ങൾ മാറി സാമ്പത്തികം നല്ല രീതിയിൽ വന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്ന വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത് പറഞ്ഞു തന്നേക്കാമെന്ന്. അപ്പോൾ അത് ഏത് ക്ഷേത്രത്തിലാണ്, എപ്പോഴാണ്, ഒരു മൺചട്ടിക്കകത്ത് ഒരു മൺചിരാത് തെളിയിക്കുക, നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട്, അത് ഏത് ഒരു തിരിയിട്ടാൽ മതി. മൺചട്ടിക്കകത്ത് നെയ്യ് ഒഴിച്ച് അത് ഏത് ക്ഷേത്രത്തിലാണ്, ഏത് സമയമാണ്, ഏത് ദിവസങ്ങളാണ് ഈ മൺചിരാത് തെളിയിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്ന് കരുതി മൺചിരാത് തെളിയിച്ചിട്ട് വീട്ടിൽ പോയി വെറുതെ ജോലി ചെയ്യാതിരുന്നാൽ പട്ടിണി കൊണ്ട് മൂട്ടയിടും. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, മടിയന്മാർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്നവർക്ക്, അവർക്ക് അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ അതോടൊപ്പം ഇതുപോലെ ചില പ്രാർത്ഥനകൾ, ചില കാര്യങ്ങൾ ചെയ്താൽ ഭാഗ്യം ഇവിടെ ഉണ്ടാകും, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അപ്പം പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു അർത്ഥത്തിലാണ് ഞാനീ പറയുന്നത് കേട്ടോ. അല്ലാതെ ചുമ്മാ മടിയന്മാർക്ക് വേണ്ടിയല്ല ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതാണേലും നിങ്ങൾ ജോലി സമയത്ത് എൻ്റെ എന്നല്ല ആരുടെയും, എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ, എൻ്റെ വീഡിയോ ജോലി സമയത്ത് നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും മതി. അതുപോലും ജോലിയെ ബാധിക്കരുത്. ജോലി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അപ്പോൾ അധ്വാനിക്കുക, അതാണ് ഏറ്റവും പ്രാധാന്യം. അതിൻ്റെ കൂടെ ചെയ്യേണ്ട നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഒരാൾ മെസ്സേജ് ചെയ്ത് വളരെ നാളായിട്ട് കുടുംബമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ഭിന്നതയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ശിവവിദ്യ വൈകുന്ന പാട് കിടക്കപ്പ ഇരുന്നോണ്ട് വടക്കോട്ട് നോക്കിയിരുന്ന് ജപിച്ച് അത്ഭുതകരമായിട്ട് ആ കുടുംബം ഒന്നിച്ചു. വലിയ പ്രശ്നമായിരുന്നു, വലിയ പ്രശ്നം. അത് സോൾവായി. അപ്പോൾ അത് വലിയ നന്ദിയൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഉണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു വിദ്യ ഞാനിന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്കൊരു വലിയ സന്തോഷം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതായത് ഞായറാഴ്ച എന്നെ കാണാൻ ഒരു കുടുംബം വന്നായിരുന്നു. അപ്പോൾ അവർ എൻ്റെ വീഡിയോ വർഷങ്ങളായിട്ട് കാണുന്നവരാണ്. അവർക്ക് ഒരു ആക്സിഡൻറ്റിൽ അവരുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെ കാലും നല്ല രീതിയിൽ തകർന്നു. വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു വലിയ ജീവിതം തകർന്ന ഒരു കുടുംബം അവർ വീഡിയോ കണ്ട പല കാര്യങ്ങളും ചെയ്ത്, അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, ചെയ്ത് ഇന്ന് അവരുടെ ജീവിതം ഒരു 100% മാറിയെന്ന് തന്നെ പറയാം. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുമായിരുന്നു. പിന്നെ വീഡിയോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. വിളക്ക് തെളിയിക്കുന്നത് മുതൽ ഞാൻ പറഞ്ഞ് ചെയ്തു എന്ന് അവർ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങളല്ല. ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ലോട്ടറി കച്ചവടമാണ്. വഴിപാട് ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടിൽ കയറി ഇരുന്നാൽ പൈസ വരുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളവർ കാണേണ്ടത് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ അധ്വാനിക്കണം. അദ്ദേഹം കാല് വയ്യാഞ്ഞിട്ട് പോലും അദ്ദേഹം ലോട്ടറി നടന്ന് കച്ചവടം ചെയ്യുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനം തോന്നി. അതോടൊപ്പമാണ് അദ്ദേഹം പരിഹാരങ്ങളൊക്കെ ചെയ്തത്. എല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരുടെ ജീവിതം ഒരുപാട് മാറി. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ സന്തോഷമായിരുന്നു ആ കുടുംബം ഇന്നലെ എന്നെ കാണാൻ വന്നു. ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി മാത്രം ജസ്റ്റ് കാണാൻ വന്ന. അപ്പോൾ അവരുടെ ഓരോ മുഖത്തെ സന്തോഷം കണ്ടപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അവർ പറഞ്ഞു, സാറ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിളക്ക് കത്തിക്കുന്ന കാര്യം മുതൽ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. വലിയ സന്തോഷം. പക്ഷെ അങ്ങനെ ഒരു കുടുംബം അത്രയും മാറിയെന്ന് പറയുമ്പം, തകർച്ചയിലയുടെ പടുകുഴിയിൽ പോയിട്ട് അത്രയും മാറിയെന്ന് പറയുമ്പം അവരെന്നെ കാണാൻ വരുന്നു, അവരാ സന്തോഷം പങ്കിടുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിനുശേഷം അത് പോയി കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തു,
അദ്ദേഹത്തിന് ലോട്ടറി വിൽക്കുന്ന പരിപാടിയാണ്. അപ്പം ഇന്നലെ എന്നെ വന്ന് ഇവിടെ എല്ലാം കണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജസ്റ്റ് കാണാൻ വന്നതാണ്. ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിറ്റ ലോട്ടറിക്ക് 5000 വെച്ച് 6 ലോട്ടറിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. വലിയ സന്തോഷം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തു. എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി വീഡിയോ തുടങ്ങുമ്പോഴത്തേന് എല്ലാവർക്കും വേണ്ടി ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകും. അത് ഇന്നലെ തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ഇന്നലെ ഈ റൂമിൽ നിന്ന് പോയ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് 6 ലോട്ടറിക്ക് 5000 വീതം അടിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെ ആ ഈശ്വരൻ നമ്മുടെ നാവിൽ, നമ്മുടെ ചിന്തയിൽ ഒക്കെ ഈശ്വരനുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇനിയും തുടങ്ങുമ്പോഴേ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു വരി പ്രാർത്ഥിച്ചിട്ട് വീഡിയോ വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇനി എല്ലാ വീഡിയോയിലും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വരി നിങ്ങൾക്കെല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അതിന് ഗുണമുണ്ടാകും, എനിക്ക് ഉറപ്പാണ്. ഈശ്വര, എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, അതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈശ്വര, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈശ്വരൻ്റെ കൃപയും ഈശ്വരൻ്റെ അനുഗ്രഹവും അവരുടെ എല്ലാവരുടെയും വേണ്ടി സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം ഉണ്ടാകണേ ഈശ്വര. എല്ലാത്തിനും ഈശ്വരന് നന്ദി. ഈശ്വരൻ എപ്പോഴും കോടി മഹത്വം. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക. എല്ലാം ലളിതമായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന, അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. നല്ല കാര്യങ്ങളാണ്, മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടുകൊണ്ട് എല്ലാവർക്കും ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ വാട്സപ്പ് വഴിയാണ് വർക്കുകൾ ചെയ്യുന്നത്. നേരിട്ട് നോക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് വാട്സപ്പ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഫ്രീ ആകുന്നതനുസരിച്ച്. എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും. ആദ്യം ഞാൻ ഈ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് കടം വീടുകയോ ഒന്നുമില്ല. അത് ദിവസങ്ങൾ കൊണ്ടാണ് കടം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വഴിപാടുകൾ ആഴ്ചകൾ തോറും ആ വിശ്വാസം കൊടുത്ത് ആവർത്തിക്കണം. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോഴേ കടങ്ങൾ വീഴത്തില്ല. അല്ലാതെ പെട്ടെന്ന് വീടുമെന്ന് ഒന്നും ഞാൻ പറയത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സത്യസന്ധമായുള്ള കാര്യങ്ങളെ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ചെയ്യാതിരിക്കുക. പിന്നെ ചെയ്യുന്നവർക്ക് ഫ്രീ മുൻഗണനാ കമ്മിറ്റി ഒരു ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എല്ലാം നല്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോൺ പഠിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വാട്സപ്പിലെ വർക്ക് തന്നെ നോക്കാൻ, വാട്സപ്പിൽ ഇടുന്ന ആളുകൾ ഇടുന്ന മെസ്സേജിന് തന്നെ മറുപടി ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓണാക്കി ഇടാത്തത്. കാരണം എനിക്കത് കാണാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഓണാക്കിയിട്ട് കാര്യമില്ല. കാരണം എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ പോലും എനിക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം എങ്കിലും പരമാവധി വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി ഒരു വോയിസായിട്ട്, ചെറിയ വോയിസായിട്ട് വാട്സപ്പിൽ ഇട്ടാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഞാൻ പറഞ്ഞില്ല 6000 ഇമേജൊക്കെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ എന്ത് മെസ്സേജ് വരുന്നുണ്ടോ നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എല്ലാ മെസ്സേജും നോക്കാനൊന്നും പറ്റത്തില്ല വാട്സപ്പിലെ പോലും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്നൊരു നല്ല കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു വലിയ കഥയായിട്ടൊന്നും ഇടരുത്. അത്യാവശ്യം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, നല്ല കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നല്ല പ്രാർത്ഥനകളെ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കാനാണെങ്കിൽ അത് ഞാൻ ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ചില ക്ഷേത്രത്തിൽ പോയി നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ, നല്ല വീട്ടിൽ നിന്നുള്ള പ്രാർത്ഥനകളെ പറയത്തുള്ളൂ. അതൊക്കെ ആവർത്തിക്കേണ്ടി വരും. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടത്, നമ്മൾ ജോലി അധ്വാനിക്കേണ്ടതും കൂടി വരും. അല്ലാതെ വെറുതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്നാൽ അവർക്ക് വേണ്ടി അല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്നിരുന്നാൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, പട്ടിണി കൊണ്ട് മൂട്ടയെടുത്തുള്ളൂ. നമ്മൾ അധ്വാനിക്കുകയും കൂടെ പ്രയത്നിക്കും. പ്രയത്നം എന്ന് പറഞ്ഞാൽ ഈശ്വര സേവ തന്നെയാണ്. പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലേക്ക് വരാം. പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികപരമായ ഉന്നമനത്തിനും നമ്മുടെ തടസ്സങ്ങൾ പെട്ടെന്ന് മാറാനും, സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും ഏറ്റവും പലരുടെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ബുധനാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും സർപ്പക്ഷേത്രത്തിൽ പോയി ഇതുപോലൊരു മൺചട്ടിക്കകത്ത് ഒരു തിരിയിട്ട് നെയ്യ് ഒഴിച്ച് നാഗരാജാവിൻ്റെ മുന്നിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക.
അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഇത് ഒരുപാട് അനുഭവം ഞാനീ പറയുന്നത്. ഞാൻ വെറുതെ ഒരു കാര്യം പറയാറില്ല, ഈ യുക്തിയില്ലാത്ത കാര്യവും പറയാറില്ല. ഞാനൊരു സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഇത് ചെയ്ത ഉറപ്പായിട്ടും നിങ്ങൾ നാഗരാജാവിനെ വിശ്വസിക്കണം, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾ നല്ലതായിട്ട് പ്രയത്നിക്കുക കൂടെ ചെയ്യണം. നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരും, അതൊക്കെ പ്രയോജനപ്പെടുത്തണം, പ്രയത്നിക്കണം. അപ്പോഴേ അങ്ങനെ ചെയ്തവരെല്ലാം വളരെ സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം ബാംഗ്ലൂരിലുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്ത് അദ്ദേഹം എനിക്ക് നന്ദിയൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇത് ചെയ്തു, അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോയിൽ ഇടാൻ കാര്യം. അല്ല, ഇന്ന് ഈ വീഡിയോ ഇത് ഇടത്തില്ല. ആ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കടം എന്ന് പറഞ്ഞാണ് വാട്സപ്പിൽ മുഴുവൻ മെസ്സേജ് കിടക്കുന്നത്. അപ്പോൾ ഈ കടം എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ പോരായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊന്ന് നമ്മളത് കടം വീട്ടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അത് പല ദിവസങ്ങൾ കൊണ്ടുള്ള പ്രയത്നം കൊണ്ടേ കടം വീടത്തുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും, കാരണം ഒരു ദിവസം കൊണ്ടല്ലല്ലോ കടം ഉണ്ടാകും. പിന്നെ നമുക്കൊരു ഈശ്വരാധീനം കൂടെ ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ വഴികൾ ഈശ്വരൻ കാണിച്ചു തരും. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നാഗരാജാവിന് ബുധൻ ഞായർ ഈ ദിവസങ്ങളിലാണ് രഹസ്യമിരിക്കുന്നത്. ബുധൻ ഞായർ. ഞാൻ എന്തുകൊണ്ട് തിങ്കളാഴ്ച പറഞ്ഞില്ല? ഞാൻ എന്തുകൊണ്ട് ചൊവ്വാഴ്ച പറഞ്ഞില്ല? ഞാൻ എന്തുകൊണ്ട് വ്യാഴാഴ്ച പറഞ്ഞില്ല? ബുധൻ ഞായർ, അതിൽ കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ബുധൻ ഞായർ ദിവസങ്ങളിൽ നാഗക്ഷേത്രത്തിൽ നാഗരാജാവിന് ഒരു മൺചട്ടിക്കകത്ത്, ഒരു മൺചട്ടി എന്ന് വെച്ചാൽ അറിയാം, മൺചിരാജ്. ഇനി എല്ലാവർക്കും സംശയമായിരിക്കും മൺചട്ടി എന്നാണ്. കണ്ടല്ലോ, അതിനായി കാണിച്ചേക്കുന്നത്. മൺചട്ടിക്കകത്ത് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ഒരു തിരി ഇട്ട്, ഒറ്റ തിരി മതി. ആ തിരി മുറിച്ചൊന്നും വിടരുത്. ഒരു തിരിയായിട്ട് ഇടുക. കീറിയ മുറിച്ചൊന്നും വിടരുത്. ഒരു തിരി ഇട്ട് കത്തിച്ച് നാഗരാജാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് സമ്പത്ത് നൽകണേ, എന്നെ സഹായിക്കണേ, എനിക്ക് അങ്ങേ വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ്, എന്നെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് കട്ടായം പറയണം. എന്നെ സമ്പത്ത് നൽകി എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് വേറെ മാർഗ്ഗമില്ലെന്ന് പൂർണ്ണ വിശ്വാസം അവിടെ കൊടുക്കണം. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാര്യമില്ല. പിന്നെ അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ, പുതിയ പുതിയ സാധ്യതകൾ വരും. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ നല്ലതായിട്ട് പ്രയത്നിക്കുക കൂടെ വേണം. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞായിരുന്നു, ഒരാൾ ഇതുപോലെ 7 ശനി സമയത്ത്, അദ്ദേഹം വളരെ മൾട്ടി ടാലൻ്റ് ഉള്ള വ്യക്തിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് 7 ശനി സമയത്ത് ആ പുള്ളിയുടെ വർക്ക് നഷ്ടപ്പെടുന്നു, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോഴദ്ദേഹം ഈ നാഗരാജാവിന് ഇതുപോലൊരു മൺചട്ടിക്കകത്ത് നെയ്വിളക്ക് തെളിയിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ വെച്ച് അമേരിക്കയിൽ നിന്നൊരു കോൾ വരുന്നു. പുതിയൊരു വർക്കിൻ്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയാനാണ്, പുതിയൊരു വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച്. അദ്ദേഹത്തിന് ആ വർക്ക് കിട്ടി. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വർക്ക് കിട്ടി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നടക്കും. പക്ഷേ ചില സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. പിന്നെ നമ്മൾ അതിൽ വിശ്വസിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം ചെയ്യുക, ബാക്കി നമ്മൾ പ്രവർത്തിക്കുക. താൻ പാതി ഈശ്വരൻ പാതി. നമ്മുടെ പകുതി നമ്മൾ ഫുൾ എഫേർട്ട് കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അല്ലാതെ മാറത്തില്ല. അപ്പോൾ ആ ഫുൾ എഫേർട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ അതുകൂടെ പ്രയത്നിക്കുകയും വേണം. ഈശ്വരൻ തരുന്ന അവസരം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളൂ, ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. അങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഇത് ചെയ്ത ഇവരുടെ അനുഭവമാണ് പറഞ്ഞത്. വലിയ കടബാധ്യതകളും സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറിയ അനുഭവങ്ങളുണ്ട്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ഒരു ബുധനാഴ്ച ഒരു ഞായറാഴ്ച മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അതുപോലെ വിശ്വാസത്തോടെ ചെയ്യണം. പിന്നെ ഈശ്വരൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം, പ്രയത്നിക്കണം. നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കണം. അവിടെ നമുക്ക് വലിയ ഉയർച്ചകളുണ്ടാകും. ഇപ്പം എന്നെ കാണാൻ കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു കുടുംബത്തിലെ ആ ഗ്രഹനാഥൻ ആക്സിഡൻറ്റിൽ കാലൊക്കെ തകർന്നു പോയ വ്യക്തി, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നത്, അദ്ദേഹം ലോട്ടറി നടന്ന് വിൽക്കുകയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം പ്രയത്നിക്കുന്നുണ്ട്. എനിക്ക് വലിയ ബഹുമാനം തോന്നി ആ വ്യക്തിയോട്. അല്ലാതെ അദ്ദേഹം വീട്ടിൽ കയറി ഇരിക്കുകയല്ല. പറഞ്ഞ മനസ്സിലാവും. ഇവിടെ ഒരു ആരോഗ്യമോ ഒരു കുഴപ്പവും ഇല്ലാത്തവർ
ഇടയ്ക്കൊന്ന് അമ്പലത്തിൽ പോവും, എന്നെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ജോലി ചെയ്യാതിരിക്കുന്ന എത്രയോ ബിരുദന്മാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ വീഡിയോയിൽ പറയുന്നത്, അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടവുമല്ല. നമ്മൾ പ്രയത്നിക്കാൻ വേണം. മടിയന്മാരൊരിക്കലും രക്ഷപ്പെടുത്തില്ല. അത് ഈശ്വരൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവനവൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയാണ്, അതോടൊപ്പം ചെയ്യേണ്ട പരിപാടി ചെയ്യേണ്ടവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് ആ ലോട്ടറി, ആ മനുഷ്യന് കാല് വയ്യാത്ത മനുഷ്യന് ലോട്ടറി നടന്ന് വിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടത്. കാലെല്ലാം ആകെ തകർന്നിരിക്കുന്ന, ഇപ്പോഴും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളുണ്ട് നടക്കാനും. അദ്ദേഹം ഒരു വടിയുടെ സഹായത്തോട്, ഒരു കുത്തിപ്പിടിക്കുന്ന ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് നടന്ന് ഇവിടെയൊക്കെ കയറി വന്നത്. എനിക്ക് വലിയ ബഹുമാനം തോന്നി അദ്ദേഹത്തോട്. കാരണം നമ്മുടെ ചുറ്റും നോക്കുക, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ചിലർക്ക് നടക്കാൻ വയ്യാത്തവർ വരെ, അല്ലെങ്കിൽ എഴഞ്ഞ് ജീവിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. അവരൊക്കെ ജീവിക്കുന്നുണ്ട് ജോലി ചെയ്ത്. എന്നാൽ ചിലർ വലിയ ആരോഗ്യമുള്ളവരുമൊക്കെ ജോലി ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കഴിവ് ഈശ്വരൻ തന്നിരിക്കുന്ന പ്രയോജനപ്പെടുത്താത്തതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരോട് എനിക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ഞാൻ വീഡിയോയുടെ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച്, ഈശ്വര എല്ലാവർക്കും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരിലും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണേ, നല്ല ബുദ്ധി തോന്നിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് നടത്തേണ്ട കാര്യം. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കലഹങ്ങൾ മാറാൻ വേണ്ടി ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് വളരെ നാളായിട്ട് ഭിന്നിച്ച് നിന്ന ഒരു കുടുംബം ഒന്നായിട്ടുണ്ട്. അത് ഒരുപാട് അനുഭവമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഇപ്പം ഞാൻ വാട്സപ്പ് എടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മെസ്സേജ് കണ്ട്. അപ്പം വിചാരിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല കാര്യം. 1 രൂപ ചിലവില്ലാതെ ആർക്കും ചെയ്യാവുന്ന കാര്യം. പിന്നെ അത് വിശ്വാസത്തോടെ ചെയ്യണം, പിന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. ഇത് ചെയ്തിട്ട് ഈ ഭിന്നത നിൽക്കുന്നവരായിട്ട് സംസാരിക്കണം. അല്ലാതെ ചെയ്ത് വീട്ടിൽ കരയുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാത്തിനും കൂടെ പ്രയത്നം വേണം. പ്രയത്നം ഉണ്ടാകുമ്പോഴാണ് എല്ലാം ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് കിടക്കപ്പായിരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരിക്കണം. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വലതു മൂക്കിൽ കൂടി ശ്വാസം എടുക്കാമെന്ന് ഞാൻ സങ്കല്പിച്ചെടുത്താൽ മതി. ഇടതുമൂക്കൊന്നും അടച്ചു പിടിക്കുകയോ ഒന്നും വേണ്ട. വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, സങ്കല്പിക്കുക. വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് നെറ്റിയിലൊരു വെള്ളപ്രകാശം ധ്യാനിച്ച് അവിടെ ശിവായ ക്ലെയിം എന്ന് മനസ്സുകൊണ്ട് ജപിച്ച് വീണ്ടും ശിവായ ക്ലെയിം എന്ന് ഒന്നുകൂടി ജപിച്ച് ഇടതുമൂക്കിൽ കൂടി ശ്വാസം നീട്ടിവിടുക. ഇത് 3 തവണ ചെയ്യുക. ഇവിടെ ശ്വാസം എടുത്ത് പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, എടുത്ത് വിട്ടാൽ മതി. ഒരു മൂക്ക് അടച്ചു പിടിക്കേണ്ട, ശ്വാസം എടുക്കാൻ വിടുകയൊക്കെ ചെയ്യാം. ഇത് 3 തവണ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആരുമായിട്ടാണ് ഐക്യത്തിലാകേണ്ടത്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ഈ വെള്ളപ്രകാശം നെറ്റിയിലെ വെള്ളപ്രകാശം ശിവനാണെന്ന് ഉറപ്പിച്ച് ഭഗവാനോട് നിങ്ങൾക്കിപ്പോൾ ആരുമായിട്ടാണോ ഐക്യമാകേണ്ടത് അവരുമായിട്ട് ഐക്യത്തിലാക്കണേ ഭഗവാനെ, ഈ കാര്യസാധ്യം നടത്തി തന്നെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട്. എന്നിട്ട് ആ വ്യക്തികളെ ചിന്തിക്കുക, നിങ്ങളുമായിട്ട് ഐക്യത്തിലാകുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ ആ വ്യക്തികളെ തന്നെ ചിന്തിച്ച് ആ വ്യക്തികളുടെ ഇടതു മൂക്കിൽ നിന്ന് ശ്വാസം വന്ന് നിങ്ങളുടെ ഇടതു മൂക്കിലൂടെ കയറി നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു ശിവലിംഗത്തിൽ ഈ ശ്വാസം വന്നിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ശിവായ നാമം ജപിച്ച് ശിവായ ക്ലെയിം ജപിച്ച് ഭഗവാനോട് വീണ്ടും പ്രാർത്ഥിക്കുക. ആ വ്യക്തികളെ സങ്കല്പിച്ച് ഈ വ്യക്തികളും ഞാനുമായി ഐക്യത്തിലാക്കി തരണേ, കാര്യസാധ്യം നടത്തി തരണേ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് കിടക്കാൻ നേരത്തെ ഇടത് സൈഡ് ചെരിഞ്ഞ് കിടന്ന് ശിവായ നാമം ജപിച്ച് ഭഗവാനോട് ഇത് തന്നെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക. ഇത് നിത്യേന രാത്രി ചെയ്യുക. അങ്ങനെ ചെയ്ത കുടുംബങ്ങൾ ഒന്നായ അനുഭവമുണ്ട്. വലിയ പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതെന്നാണ്. വിശ്വാസത്തോടെ ചെയ്താൽ അത് ഫലമാകും, വിശ്വാസമില്ലാതെ ചെയ്താൽ ഫലമാകത്തുമില്ല. ആവശ്യമുള്ളവർ ചെയ്യുക, ആവശ്യമില്ലാത്തവർ ചെയ്യണ്ട. ചെയ്യുന്നവർ വിശ്വാസത്തോടെ ചെയ്താൽ നല്ല കാര്യമാണ്, ചെയ്തവർക്ക് ഫലമായ അനുഭവമാണ്. ഞാൻ അനുഭവം പറയുന്നത്. ഇനിയും ഇതിപ്പം ഈ വിദ്യ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തിനും വേണ്ടി ചെയ്യാം. കാരണം ഈ ശിവായ ക്ലെയിം ഈ പറഞ്ഞ രീതി 3 തവണ ജപിച്ചിട്ട് നെറ്റിയിലെ വെള്ളപ്രകാശത്തെ നമ്മൾ ശിവനാണെന്ന് ഉറപ്പിച്ച് നമ്മളിപ്പം ഭഗവാനോട് ഇന്ന ആളിനെ സങ്കല്പിച്ച് ഐക്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഇടത് സൈഡ് ചെരിഞ്ഞ് ശിവായ നമ ജപിച്ച് സാമ്പത്തികം നൽകണമെന്ന് പറഞ്ഞ് കിടക്കുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ നമ്മളിപ്പോൾ ഇടതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ ശിവലിംഗത്തിൽ വരുന്നതായിട്ട് സങ്കല്പിക്കുന്നത് മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് മഹാലക്ഷ്മിയുടെ ഇടതുമൂക്കിൽ നിന്ന് ശ്വാസം എടുത്ത് ശ്വാസം വന്ന് നിങ്ങളുടെ ഇടതുമൂക്കിലൂടെ ശ്വാസം വന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ ശിവലിംഗത്തിൽ ഇരുന്ന്
ശിവായ നമ ജപിച്ച് ശിവായ ക്ലീൻ ജപിച്ച് ഭഗവാനോട് സാമ്പത്തികം ആവശ്യപ്പെട്ടാൽ മതി. എന്നിട്ട് ഇടത് സൈഡിൽ ചെരിഞ്ഞ് കിടന്ന് ശിവായ നമ ജപിച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ട് കിടക്കുക. അങ്ങനെ സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യാം. ഇത് ഏത് കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുക. അത് നടന്നു കഴിയുമ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുക. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ചെയ്യുന്ന ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന അത്ഭുത കാര്യങ്ങളാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഏതൊരു വ്യക്തിയുടെയും ജീവിതം മാറ്റുന്ന നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അത് ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും വെറുതെ ആകത്തില്ല. പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഓഫീസിൽ വന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറിക്ക് 6 ലോട്ടറി പോയത് 5000 അടിച്ചെങ്കിൽ അത് ഇവിടുത്തെ ഒരു ഈശ്വരാധീനോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ദൈവാനുഗ്രഹം ഒക്കെ അതിൻ്റെ അകത്തുണ്ട്, ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, പ്രയോജനമുള്ളത്. പുരുഷന്മാർക്ക് ഇന്ന് ഞാൻ തൊട്ടിരിക്കുന്നത് വൈക്കത്തപ്പൻ്റെ ഭസ്മമാണ് കേട്ടോ. വൈക്കത്തപ്പൻ്റെ ഭസ്മമാണിത് ഇന്ന് തൊട്ടിരിക്കുന്നത്. മിക്കവാറും കൊട്ടിയൂരപ്പൻ്റെ ഭസ്മമാണ് തൊടുന്നത്. പക്ഷേ പിന്നെ കാശി വിശ്വനാഥൻ്റെ ഭസ്മവും പലപ്പോഴും തൊടാറുണ്ട്. ഇന്ന് തൊട്ടിരിക്കുന്ന വൈക്കത്തപ്പൻ്റെ, വൈക്കം മഹാദേവൻ്റെ ഭസ്മമാണ്, ശിവഭഗവാന്റെ. അപ്പം ഇത് എൻ്റെ കയ്യെ ഭസ്മം, അതാണ് ക്ലിയർ ആകാത്തത്. എങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടോ, പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ഞാൻ പറയുന്ന എല്ലാ കാര്യവും ശ്രദ്ധിച്ചുകൊള്ളണം കേട്ടോ. അതിനെയും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ആയുർരേഖയാണ്. ഈ ആയുർരേഖ ഇത് ഈ ഭസ്മം ഉള്ളതുകൊണ്ടാണ് ഇവിടെ മങ്ങി കിടക്കുന്നത്, കാണാത്തത്. എൻ്റെ കയ്യെ ഭസ്മം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇത് ആയുർരേഖയാണ്. ഇത് ഇച്ചിരൂടെ വ്യക്തമാണെന്ന് തോന്നുന്നു. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ആയുർരേഖയാണ്. ഈ ആയുർരേഖയിൽ ഏതെങ്കിലും ഒരു ഭാഗം മങ്ങി കാണുന്നുണ്ടെങ്കിൽ, ഇവിടെ മങ്ങോ ഇവിടെ മങ്ങോ ഇവിടെ മങ്ങോ, ഈ ഭാഗമൊക്കെ മങ്ങിയാൽ 49-50 വയസ്സിന് മേലാണ്. ഈ ഭാഗമൊക്കെ ആണെങ്കിൽ 27 വയസ്സിന് മേൽ. ഇതൊക്കെയാണ് 34, 35, 38 വയസ്സ്. അങ്ങനെ ഓരോ ഭാഗത്തിനും വയസ്സിൻ്റെ അനുസരിച്ച് മാറ്റം വരും. ഒരു ഏകദേശം പറയാം. ഏതെങ്കിലും ഭാഗങ്ങൾ മങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ആ മങ്ങിയ വയസ്സിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആണെങ്കിൽ 25, 26 വരും. ഇവിടെ ആണെങ്കിൽ 34, 35 വരും. ഇവിടെ ആണെങ്കിൽ 49, 50 വരും. ഇത് ഏതെങ്കിലും ഒരു ഭാഗം മങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വയസ്സിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. നിർബന്ധമൊന്നുമില്ല സംഭവിക്കണമെന്നോ. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. 2, വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അൺഎക്സ്പെക്റ്റഡായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ആ നിലയിലാണ് ഞാൻ പറയുന്നത്. വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തുള്ളൂ. രക്ഷപ്പെടുത്താനുള്ളൊരു, അല്ല ജീവിതം മാറാനുള്ളൊരു വഴിയും കൂടെ പറഞ്ഞു തന്നിട്ടേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് വസ്ത്രമുടുത്ത് കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് നെഞ്ചി തൊട്ട് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ വായ് കൊണ്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇത് 3 തവണ ജപിക്കുക. എന്നിട്ട് കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ജപിക്കുന്ന വാഗൊണ്ടാണ്, ഈ പ്രാർത്ഥിക്കുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മേ ഭദ്രകാളി അമ്മേ, കറുത്ത രൂപത്തിൽ ഇരിക്കുന്ന ഹൃദയത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. മന്ത്രം ജപിക്കുന്ന വാഗൊണ്ട് തന്നെ ജപിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുക, എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ, കാര്യസാധ്യം നൽകണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ, അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാകണേ, എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, അമ്മയെ കോടിക്കോടി നന്ദി എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ മറ്റു പ്രാർത്ഥനകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾ നിത്യേന ചെയ്താൽ നിങ്ങൾക്ക് അത്യാപത്തുകൾ ഒഴിവാകും. ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? ഒരാൾക്കൊരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടായി, ഒരു കുടുംബം ഒരാളെ ആശ്രയിച്ചായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത്. ഒരു കുടുംബത്തിന് അത്താണിയായിരിക്കും ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് അല്ലേ തന്നെ ഏതൊരു ജീവനും വിലയുണ്ട്, അല്ലെ ഏതൊരാളുടെയും ജീവന് വിലയുണ്ട്. അപ്പോൾ ഇത് ചെയ്താൽ ഒരു പരിധി വരെ, ഒരു 99% അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ട്. നമ്മൾ പല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. പറഞ്ഞാൽ മനസ്സിലാവും. ആപത്തുകൾ ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്,
അതായത് ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിന് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പല പല പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ നമ്മൾ രക്ഷപ്പെടും. ആപത്കരങ്ങളായ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. ഒരു കുഴപ്പമില്ല. നിത്യേന ഇത് ചെയ്യുക. സന്ധ്യയ്ക്ക് കൈയും കാലും മുഖവും കഴുകി കുളിമുറയൊന്നും ചെയ്യുക. ആ വ്യക്തിയെ തൊടത്തില്ല. ഒരു പ്രശ്നങ്ങളും. പക്ഷെ വിശ്വാസത്തോടെ ചെയ്യണം. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി അമ്മയ്ക്ക് കടുംപായസം ചെമ്പരത്തിമാല ഒക്കെ സമർപ്പിച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ആ ഭദ്രകാളിയമ്മയെ തൊഴുകയും വേണം. അത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. നിങ്ങൾ ഈ കുളിമുറി എന്ന് പ്രാർത്ഥിക്കുമ്പം ക്ഷേത്രപ്പേര് ചേർത്തൊന്നും ഭദ്രകാളിയമ്മയെ വിളിക്കേണ്ട. ഭദ്രകാളിയമ്മയെന്ന് കറുത്ത രൂപത്തിൽ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആ ദേവിക്ക് വഴിപാടുകൾ ചെയ്യണം, ഭദ്രകാളിയമ്മയ്ക്ക്. അങ്ങനെ ചെയ്യുക. ഇത് നിത്യേന നിങ്ങൾ പ്രാർത്ഥന, വീട്ടിലുള്ള ഈ പ്രാർത്ഥന നിത്യേന നിങ്ങൾ ചെയ്യുക. പിന്നെ വെള്ളിയാഴ്ച അമ്പലത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഭദ്രകാളിയമ്മയ്ക്ക് വഴിപാട് ചെയ്യുക. കുളിമുറി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭദ്രകാളിയമ്മയുടെ ഒരു ക്ഷേത്രപ്പേരോ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട. കറുത്ത രൂപത്തിലെ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഭദ്രകാളിയമ്മയെന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോ. അമ്മയോട് നന്ദിയും പറയണം. ഞാൻ പറഞ്ഞു തന്ന പ്രാർത്ഥന അതുപോലെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം. ഒരാപത്തുകളും ഒരു പരിധി വരെ നിങ്ങളെ തൊടത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം ഞാനിങ്ങനെ എത്രയോ കൈരേഖകൾ കണ്ടിരിക്കുന്നു. എത്രയോ ഇന്നലെ വന്ന മനുഷ്യൻ്റെ കൈരേഖ ഞാൻ നോക്കി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, എത്രയോ അനുഭവങ്ങൾ കണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എത്രയോ ആളുകൾ ജീവിതത്തിൽ ആപത്തുകളിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. എത്രയോ ആളുകൾ ജീവിതത്തിൽ നല്ല നിലയിൽ വന്നിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ ഒന്നായിരിക്കുന്നു. എത്രയോ ആളുകൾക്ക് ജോലിക്ക് തടസ്സം ഉണ്ടായിരുന്ന ജോലി കിട്ടിയിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. എത്രയോ 10,000-കണക്കിന് ആളുകൾ. എത്രയോ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. എല്ലാ അനുഭവം വീഡിയോ പറയാൻ പറ്റുമോ? കുറച്ചല്ലേ ഹൃദയത്തിൽ തട്ടുന്ന 1-2 അനുഭവമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എത്രയോ ആളുകൾ. ഇതെല്ലാം ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെപ്പോഴും നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. ഒരിക്കലും പൊട്ടത്തരങ്ങളുടെയും മണ്ടത്തരങ്ങളുടെയും പുറകെ പോകരുത്. യുക്തിയില്ലാത്ത കാര്യങ്ങളെ ഒന്നും പോകരുത്. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരിക്കലും വീഡിയോ ചെയ്യാറില്ല. എനിക്ക് ശരിയെന്ന് തോന്നുക, സത്യമെന്ന് തോന്നുക, ഏതൊരാളുടെയും കാണുന്ന ജീവിതം അവർക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുക നല്ല കാര്യങ്ങളെ മാത്രം പറയാറുള്ളൂ. അതൊരാളുടെ കൈരേഖ നോക്കിക്കൊടുത്താലും ഗ്രഹനില നോക്കിക്കൊടുത്താലും ആദ്യമേ ഞാൻ പറയും, ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ പോയി സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ പ്രയത്നിക്കുകയും കൂടെ വേണം. അങ്ങനെയുള്ളവർ നോക്കിയാൽ മതി, അല്ലാത്തവർ നോക്കേണ്ടതേ പറയത്തുള്ളൂ. എൻ്റെ വീഡിയോയിലാണേലും അങ്ങനെയുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർ കാണേണ്ടതേ ഞാൻ പറയത്തുള്ളൂ. അതാണ് ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ആവശ്യമുള്ളവർ ഇതുപോലെ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് പലർക്കും പല കാര്യങ്ങൾ പറഞ്ഞു ചെയ്തവർ പോലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. അതെല്ലാം ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ജീവിതം നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. മണ്ടത്തരങ്ങൾ ചെയ്താൽ മതി, പെട്ടെന്ന് നഷ്ടപ്പെടും. പൊട്ടത്തരങ്ങളുടെ പുറകെ പോയാൽ മതി, ജീവിതം പെട്ടെന്ന് നഷ്ടപ്പെടും. അല്ലെങ്കിൽ മടിയനായിട്ടിരുന്നാൽ മതി, ജീവിതം പെട്ടെന്ന് നഷ്ടപ്പെടും. പക്ഷെ ജീവിതം രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതല്പം പാടാണ്. അതിന് പ്രയത്നിക്കണം, അധ്വാനിക്കണം, ഈശ്വരനെ വിളിക്കണം, മനസ്സിൽ നന്മ ഉണ്ടാകണം, നല്ല കാര്യങ്ങൾ കേൾക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ താഴെ എല്ലാവർക്കും വേണ്ടി വീഡിയോയുടെ ആദ്യം എല്ലാവർക്കും വേണ്ടി ഈശ്വരനോട് ഒരു പ്രാർത്ഥനയും കൂടെ നടത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും മാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം നിങ്ങളൂടെ പ്രയത്നിക്കുകയും കൂടെ വേണം. പ്രയത്നം കൂടിയാണ് ഈശ്വരൻ. വെറുതെ ഇരുന്നാലൊന്നും മാറത്തില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക. നിങ്ങളതുപോലെ ജീവിതത്തിൽ കൂടുതൽ അധ്വാനിക്കുക, പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം ഭർത്താവുമായിട്ട് പിണങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി മിണ്ടായിരുന്നു ഭാര്യയുടെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് വഴിപാട് വെച്ചിട്ട് കാര്യമില്ല. വഴിപാട് ചെയ്യുന്നതോടൊപ്പം അവരോട് സംസാരിക്കുകയും ഒക്കെ പല ആവർത്തി ചെയ്യണം. അതുപോലെ വഴിപാട് നമ്മൾ സാമ്പത്തികത്തിനോട് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ജോലി ചെയ്യണം, അധ്വാനിക്കണം, കൂടുതൽ പ്രയത്നിക്കണം. നമ്മൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ അതിനുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ നല്ലതായിട്ട് പ്രയത്നിക്കണം, പഠിക്കണം. അപ്പോൾ ആ പ്രയത്നം ഈശ്വരനാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനും യോഗവിദ്യകൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. യോഗവിദ്യകൾ ഞാൻ ഓരോ നിമിഷവും ഞാൻ ആ യോഗവിദ്യയിലാണ്. പ്രാണൻ്റെ ചില വിദ്യകളാണ് ചെയ്യുന്നത്. അല്ല ഞാൻ വെറുതെ ഇരിക്കുകയൊന്നുമല്ല.
അതുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചാലും ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് അല്ലാത്തപ്പോൾ വർക്കും ഉണ്ട്, ഞാൻ ഫ്രീ ആകാറില്ല. ഞാനൊരു സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില നോക്കാനിരുന്നാൽ അതിനിടയ്ക്ക് ആരും എന്നെ ശല്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു വ്യക്തിയുടെ ജീവിതമാണ്. അപ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് എനിക്ക് തൃപ്തിയാകുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്കതൊരു വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഗുണങ്ങളുണ്ടാകുന്നത്. അല്ലാതെ ഒരുപാട് വർക്കുകൾ ചെയ്യുക, അതിനൊന്നും കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അതിലൊന്നും കാര്യം ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന പോലും ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത്. എല്ലാവരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവരും ഈശ്വരനെ അറിയട്ടെ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ 5:30 ആകുമ്പോഴെങ്കിലും കഴിവത് എഴുന്നേൽക്കുക രാവിലെ. എന്നിട്ട് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കി നിങ്ങളിരുന്നു. നിങ്ങൾ ഈശ്വര, എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി. ഈശ്വര, എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. ഈശ്വര, എനിക്ക് ഈ ജീവിക്കാനുള്ള ശക്തിയും ഊർജവും ചേതനയും ചൈതന്യവും ഓരോ ദിവസവും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈശ്വര, അവിടത്തേക്ക് എനിക്ക് നന്ദി. പഞ്ചഭൂതങ്ങൾ, എൻ്റെ ശരീരം മുഴുവൻ പഞ്ചഭൂതങ്ങളായി, പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളാണ്. എന്നെ ഞാനാക്കിയ പഞ്ചഭൂതങ്ങൾക്ക് നന്ദി. ഈശ്വര, പ്രകൃതീശ്വര, ഞാൻ എന്നെ തന്നെ അങ്ങയിൽ ഈശ്വരനെ സമർപ്പിക്കുന്നു. എൻ്റെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഈശ്വര അവിടത്തേക്ക് നന്ദി 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 എന്ന് പറയുക. ഇങ്ങനെ പ്രകൃതിയെ നോക്കി കണ്ണു തുറന്ന് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ഒരു 5:30-ക്കോ 5:45-നോ അടയ്ക്കുക. നിത്യേന ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. എന്നിട്ട് നിങ്ങൾ പ്രയത്നം കൂടെ ചെയ്യുക, വലിയ മാറ്റം ഉണ്ടാവും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. എല്ലാവർക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈശ്വര. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.